നമസ്കാരം. അമേരിക്കയുടെ തലപ്പത്ത് കയറിയിരുന്നിട്ട് എന്തു തോന്നിയാസവും കാണിക്കാമെന്ന് കരുതിയാൽ അതങ്ങ് വകവെച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. കണ്ടും കേട്ടും അനുഭവിച്ച് ഇരിക്കുന്നവർക്ക് പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ജനതയല്ല. അതായത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ജനത ഇരിപ്പുണ്ട്. ആ കാര്യം ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ട്രംപിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ജനത പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം H-1B വിസ ഫീസിൽ വരുത്തിയ വൻ വർധനവിനെതിരെ 20 സംസ്ഥാനങ്ങൾ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കാലിഫോർണിയയുടെ നേതൃത്വത്തിലാണ് ഈ നിർണായക നിയമ നടപടി. ട്രംപ് ഭരണകൂടം നടപ്പാക്കിയ പുതിയ നയം അനുസരിച്ച് H-1B വിസയുടെ ഫീസ് $1,00,000 ആക്കി വർദ്ധിച്ചിരുന്നു. സെപ്റ്റംബറിൽ പുറത്തിറക്കിയ പ്രസിഡൻഷ്യൽ ഉത്തരവിന്റെ ചുവട് പിടിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് ഈ നിയമം നടപ്പാക്കിയത്. പുതിയ H-1B വിസ അപേക്ഷയ്ക്കുള്ള ഫീസ് $1,00,000 ആക്കി വർദ്ധിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെയാണ് US സംസ്ഥാനങ്ങൾ ചേർന്ന് കേസ് ഫയൽ ചെയ്തത്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലാളി ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് കേസ്. നിയമപരമായ അധികാരമോ നടപടിക്രമങ്ങളോ ഇല്ലാതെയാണ് വിസ ഫീസിൽ വൻ തോതിലുള്ള വർധനവ് വരുത്തിയതെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് മറ്റ് 18 സംസ്ഥാന അറ്റോർണി ജനറലുകളും ചേർന്നാണ് സഖ്യമാണ് ഈ പരാതിയിൽ ഒപ്പിട്ടത്. മസാച്യൂസെറ്റ്സ് ഡിസ്ട്രിക്റ്റിനായുള്ള US ഡിസ്ട്രിക്ട് കോടതിയിലാണ് കേസ്. H-1B വിസ പ്രോഗ്രാം ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ പ്രൊഫഷണലുകളെ US-ൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഇന്ത്യൻ പൗരനാണ്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, മറ്റു മേഖലകൾ എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ അവശ്യ സേവനങ്ങൾ നൽകുന്നതിന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന തൊഴിലുടമകൾക്ക് ഭീമൻ ഫീസ് താങ്ങാനാവില്ല. ഇത് H-1 വിസ പദ്ധതി തന്നെ അപ്രാപ്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നും സഖ്യം പരാതിയിൽ പറയുന്നു. പുതിയ ഫീസ് നിയമവിരുദ്ധമാണ് എന്നും കോൺഗ്രസിന്റെ അംഗീകാരമോ ആവശ്യമായ നിയമനിർമ്മാണ പ്രക്രിയയോ ഇല്ലാതെയാണ് ഇത് ചുമത്തിയിരിക്കുന്നതെന്നും ഈ നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിനെയും ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിനെയും ലംഘിക്കുന്നു എന്നും അറ്റോർണി ജനറൽ വാദിക്കുന്നുണ്ട്. അരിസോണ, കാലിഫോർണിയ, കൊളറാഡോ, കണക്ടിക്കട്ട്, ഡെലവെയർ, ഹവായി, ഇല്ലിനോയ്സ് എന്നിവിടങ്ങളിലെ അറ്റോർണി ജനറൽമാർ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നയം നിയമവിരുദ്ധമാണെന്നും അത്യാവശ്യ പൊതുസേവനങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും സംസ്ഥാനങ്ങൾ വാദിക്കുന്നുണ്ട്. പുതിയ ഫീസ് വർധനവ് വഴി ആശുപത്രികൾ, സർവകലാശാലകൾ, പൊതുവിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനുള്ള ചിലവ് കുത്തനെ വർദ്ധിക്കും. ഈ ഫീസ് ചുമത്താൻ ഭരണകൂടത്തിന് അധികാരമില്ല. ഇത് നിയമവിരുദ്ധമാണ്. ആവശ്യമായ നിയമനിർമ്മാണ ചട്ടങ്ങൾ മറികടക്കുകയും കോൺഗ്രസിന്റെ അധികാരപരിധി ലംഘിക്കുകയും ചെയ്യുന്ന ഈ നയം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ ആക്ടിന്റെയും അമേരിക്കൻ ഭരണഘടനയുടെയും ലംഘനമാണ്. കേസിന് നേതൃത്വം നൽകുന്ന കാലിഫോർണിയ അറ്റോർണി ജനറൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ നയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് ബാധിക്കുന്ന ഈ തീരുമാനം അമേരിക്കൻ തൊഴിൽ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്.